ബിസിനസ് വഞ്ചന കേസിൽ ട്രംപ് കുറ്റക്കാരനെന്ന് ന്യൂയോർക്ക് കോടതി. 34 കുറ്റങ്ങളിലും മുൻ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. ഏകകണ്ഠമായാണ് ജൂറി ട്രംപ് കുറ്റക്കാരനെന്ന് വിധിച്ചത്. ജൂലൈ 11-നായിരിക്കും കേസിൽ ശിക്ഷ വിധിക്കുക. അതേസമയം കേസ് കെട്ടിച്ചമച്ചതെന്ന് ട്രംപ് പ്രതികരിച്ചു. രാഷ്ട്രീയ എതിരാളിയെ നേരിടാനുള്ള ബൈഡന്റെ നീക്കമാണിതെന്നും രാജ്യം നരകത്തിലേക്കാണെന്നും താൻ നിരപരാധിയാണെന്നും ട്രംപ് പറഞ്ഞു. സജിമോൻ ആന്റണി വിശദാംശങ്ങളുമായി ചേരും. സജിമോൻ, അങ്ങനെ എന്തായാലും US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് 5 മാസം ശേഷിക്കെ പ്രധാനമായും നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഏറ്റുമുട്ടാനിരിക്കെയാണ് ട്രംപിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. ഇത് ഏത് തരത്തിൽ സ്വാധീനിക്കും? അമേരിക്കയിൽ നിന്ന് മോർണിംഗിൽ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹഷ്മണി കേസിനകത്ത് 34 കൗണ്ടിലും ഗിൽറ്റിയാണ്. എന്താണ് ഈ കേസ് നമുക്ക് പെട്ടെന്ന് നോക്കാം. 2006 മെലാനിയ ട്രംപിനെ കല്യാണം കഴിച്ചിരുന്ന സമയത്തായിരുന്നു ഈ സ്റ്റോമി ഡാനിയൽ $30,000 ട്രംപ് അറ്റോർണി മൈക്കിൾ കോഹന്റെ ത്രൂ അവർക്ക് സ്റ്റോമിക്ക് കൊടുത്തു എന്നുള്ളതാണ് ഒറിജിനൽ. ഇത് അതിനെ കവറപ്പ് ചെയ്തു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. എങ്ങനെയാണ് കവറപ്പ് എന്ന് പറഞ്ഞാൽ ഈ $130,000 കൊടുത്തത് ട്രംപിന്റെ പേഴ്സണൽ പൈസ അല്ലായിരുന്നു, ക്യാമ്പയിൻ ഫൈനാൻസ്, അതായത് അമേരിക്കൻ പബ്ലിക്കിൽ നിന്ന് പിരിച്ച പൈസയുടെ നിന്നായിരുന്നു ഈ പൈസ വിനിയോഗിച്ചത് എന്നുള്ളതായിരുന്നു കേസ്. തുടർന്ന് അതിനെ കവറപ്പ് ചെയ്യാനുള്ള നടത്തിയ ശ്രമങ്ങളും ബിസിനസ് ഡോക്യുമെന്റുകൾ ഫോൾസ് ക്രിയേറ്റ് ചെയ്തതും അതിനെ ഒരു കുറ്റകൃത്യം കവറപ്പ് ചെയ്യാനായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും വന്നു. അതായിരുന്നു ഈ ഒരു ഒറിജിനൽ കേസ്. അത് പലതവണ ഈ ഒരു കേസ് നടന്നു. അതിനുശേഷം ഈ ഒരു കേസിന്റെ വാദങ്ങൾ നടന്നു. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ന്യൂയോർക്കിൽ മാൻഹട്ടൻ കോർട്ടിൽ ഇവിടുത്തെ DA ആൽബർട്ട് ബ്രാഗിന്റെ നേതൃത്വത്തിൽ ഈ കേസ് നടക്കുകയായിരുന്നു. പ്രോസിക്യൂട്ടർ അതിനുശേഷം അവിടെ ഈ ഒരു കേസിന്റെ വെർഡിക്റ്റ് പലതവണ ട്രംപിന്റെ ടീം ഇതിനെ അട്ടിമറിച്ച് അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ നോക്കി. അവർ മാൻഹട്ടനിൽ നിന്ന് ഈ കേസ് മാറ്റി മറ്റു ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ നോക്കി. അതിനുശേഷം അത് നടക്കാതെ വന്നപ്പോഴത്തേക്കും ഈ ഒരു കേസിന്റെ യാഥാസ്ഥികത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഇതിനെ തള്ളിക്കളയണം എന്നുള്ള ഇതുണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. അതിനുശേഷം ഇന്ന് ഇവിടെ 12 പേരടങ്ങുന്ന ജൂറി ഐകകണ്ഠേന 12 പേർ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഈ 34 കൗണ്ടിലും ട്രംപ് കുറ്റക്കാരനാണ് എന്നുള്ളൊരു വിധിയാണ് വന്നത്. ഇനി ഈ വിധി വന്ന സ്ഥിതിക്ക് മുന്നേക്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ 11 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്. ജൂലൈ 11 ജഡ്ജ് ഈ വിധിയുടെ ശിക്ഷ എന്താണ് എന്ന് വിധിക്കുന്നത്. ഇപ്പൊ കുറ്റക്കാരനാണെന്ന് വിധിച്ചു. ഇനി അതിനുശേഷം ശിക്ഷ എന്താണ് എന്ന് വിധിക്കുന്നത്. ഇതൊരു ഫെലനി കേസ് ആയ കാരണം ഇതിനുള്ള പോസിബിലിറ്റീസ് സാധാരണ ഒരു അമേരിക്കൻ പൗരൻ ഇത് ചെയ്യുകയാണെങ്കിൽ 5 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാമെന്ന ഒരു കുറ്റകൃത്യമാണ് ഇത്. എന്നാൽ ട്രംപിന്റെ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം 45ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു, ഇനി വരാൻ പോകുന്ന പ്രസിഡന്റാണ്, അല്ലെങ്കിൽ ക്യാമ്പയിൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആണ് എന്നുള്ള വസ്തുതകളൊക്കെ പരിഗണിച്ചു കൊണ്ടിട്ട് ജഡ്ജ് ചിലപ്പം ആക്ച്വൽ ജയിൽ ടൈമിലേക്ക് പോവാതെ വീട്ടുതടങ്കലിൽ വെക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ വീക്കെൻഡിൽ വന്നിട്ട് ജയിലിൽ റിപ്പോർട്ട് ചെയ്യേണ്ട അങ്ങനെയുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പിഴ ചുമത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് ശിക്ഷയുടെ രൂപത്തിൽ ട്രംപ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാൽ ട്രംപിന് മുന്നേക്ക് പോകുമ്പം അതിലേക്ക് പെടാതെ 2 ഓപ്ഷൻ ഉണ്ട് ഇതിനെ അപ്പീൽ ചെയ്യാനായിട്ട്. ഒന്നാമത് അപ്പീൽ ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിലെ അപ്പാലെ കോർട്ടിൽ ഇത് അപ്പീൽ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. ട്രംപിന്റെ ലീഗൽ ടീം ഓൾറെഡി അതിന്റെ തുടക്കങ്ങൾ നടത്തി കഴിഞ്ഞു, അല്ല നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ട്രംപിന്റെ ലോയർ പറഞ്ഞത് മീഡിയ കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ വരുമ്പം 2 പോസിബിലിറ്റിയാണ് ഉള്ളത്. ഒന്നെങ്കിൽ അപ്പാലെ കോർട്ട് ഈ കേസ് അതുപടി തള്ളിക്കളയാം, ട്രംപിന്റെ അപ്പീൽ തള്ളിക്കളയാം, അല്ലെങ്കിൽ ഈ ഒരു റീട്രയൽ ആ അപ്പാലെ കോർട്ടിൽ നടക്കും. അവിടെ ഒരു ഗിൽറ്റി അല്ലെ നോൺ ഗിൽറ്റി എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ US സുപ്രീം കോർട്ടിലേക്കാണ്. US സുപ്രീം കോർട്ടിൽ ഇത് റീട്രയൽ വരുമ്പം US സുപ്രീം കോർട്ട് വിധിക്കാം ഇത് ഈ ഒരു വിധി നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളതാണ് ലീഗൽ ഓപ്ഷൻ ട്രംപിനകത്ത്. എന്താണ് പൊളിറ്റിക്കൽ ഇമ്പാക്ട്സ് ട്രംപിന് ഇതുകൊണ്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ്ലി പറയുകയാണെങ്കിൽ ട്രംപ് ക്യാമ്പയിൻ ഓൾറെഡി ഇതിനെ ഒരു വിക്ടിമിന്റെ റോൾ ആക്കിക്കൊണ്ട് ക്യാമ്പയിൻ ഫണ്ട് റേസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ട്രംപ് പറഞ്ഞത് എപ്പോഴും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊരു ഡിസ്ഗ്രേസ് മൂവ്മെന്റ് ആണ് അമേരിക്കൻ ജനതയ്ക്ക്, ട്രംപിന് മൊത്തം അല്ലെ അമേരിക്കയ്ക്ക് മൊത്തം. അതോടൊപ്പം ഇതൊരു റിഗ്ഡ് ട്രയൽ ആണ്. ട്രംപിന്റെ സംസാരങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ എപ്പോഴും നമുക്കറിയാം ഈ 2 വേർഡുകൾ എപ്പോഴും പ്രോമിനന്റ് ആയിരിക്കും. ഡിസ്ഗ്രേസ്, റിഗ്ഡ് ട്രയൽ എപ്പോഴും പ്രോമിനന്റ് ആയിട്ട് ഉണ്ടായിരിക്കും. അതായിരുന്നു അദ്ദേഹത്തിന്റെ കമന്റ്.
വൈറ്റ് ഹൗസ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി അല്ലെങ്കിൽ ബൈഡന്റെ വൃത്തങ്ങൾ ഇതിനെ വളരെ കാൽക്കുലേഷനോട് കൂടിയാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. അവര് വൈറ്റ് ഹൗസ് ഒരു സെന്റൻസ് മാത്രമേ ഇതിനോട് പ്രതികരിച്ചുള്ളൂ. അവർ പറഞ്ഞത്, വൈറ്റ് ഹൗസ് പറഞ്ഞത് വി വിൽ റെസ്പെക്ട് ദ റൂൾ ഓഫ് ദ ലോ. ആ ഒരു സെന്റൻസ് മാത്രമാണ് വൈറ്റ് ഹൗസിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ ഇതിനകത്തൊരു ഓവർ എന്തൂസിയാസം കാണിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി അവർക്ക് ബാക്ക് ഫെയർ ചെയ്യുമോ എന്നുള്ള ചെറിയ പേടി കൊണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവർ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും കട്ടയ്ക്കുള്ള ഒരു പൊളിറ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ ഫൈറ്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേർക്കും വ്യക്തമായ ഒരു മാർജിനൽ ഒരു വലിയൊരു ലീഡ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. മാർജിനൽ ആയിട്ടുള്ള ലീഡേ ഉള്ളൂ, വിച്ച് മീൻസ് 2 to 3% ആണ് ലീഡ് പ്രവചിച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് ഒരു കട്ടയ്ക്കുള്ള ഒരു പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ നേരിയ മാർജിനിൽ റിപ്പബ്ലിക്കന്മാർ ഈ ഒരു വേർഡിക്ട് വന്നതിന് ശേഷം ട്രംപിൽ നിന്ന് അകന്നാല് അത് ട്രംപിന് വളരെയധികം ദൂഷ്യം ചെയ്യും. അതുപോലെ തന്നെ എപ്പോഴും ഇലക്ഷന്റെ റിസൾട്ടുകൾ ഡിസൈഡ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സ് ആണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന വോട്ടേഴ്സ് ആണ്. ആ ഇൻഡിപെൻഡന്റ് വോട്ടേഴ്സ് ചിലരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ ആരോപണങ്ങളിലൊക്കെ എന്തായിരിക്കും വിധി, ഫൈനൽ വിധി വരുമ്പോൾ ട്രംപിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നതിനെ നോക്കി വോട്ട് ചെയ്യും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു മൈനർ വിഭാഗം ആണെങ്കിൽ പോലും അവർ ചിലപ്പോൾ ട്രംപിന് എതിരായിട്ട് ചിലപ്പോൾ വോട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഫെലണി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു കേസ് ക്ലാസ് ഇ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ഇത് 5 വർഷം വരെ വരുന്നത്. ഈ ക്ലാസ് ഇക്ക് പകരം മറ്റ് കാറ്റഗറിയിൽ വരുമായിരുന്നെങ്കിൽ 15 വർഷവും 20 വർഷവും 30 വർഷവും ഒക്കെ ജയിൽ ടൈം ഉള്ള ഫെലണി കേസുകൾ ഉണ്ടായിരുന്നു. വേറൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കുന്നത്, ഇത് ട്രംപിനെ ബാൻ ചെയ്യുമോ, ഇലക്ഷനിൽ നിൽക്കാനായിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യുമോ എന്നാണ്. അതിന്റെ ഒരു ആൻസർ, ഇവിടെ ഒരു ഫെലണി കേസിനകത്ത് ഗിൽറ്റി വരുന്നത് കൊണ്ട് അത് ട്രംപിനെ ഇലക്ഷനിൽ നിന്ന് ഡീബാർ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഒരു ക്രിമിനൽ വയലേഷൻ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസിനകത്ത് ഗിൽറ്റി ആണെങ്കിൽ ഇലക്ഷനിൽ നിന്ന് ഡീബാർ ചെയ്യാൻ പറ്റും എന്നതാണ്. ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള ബ്രേക്കിംഗ് ന്യൂസ്. അമേരിക്കയിൽ നിന്ന്, ന്യൂയോർക്കിൽ നിന്ന് സജിമോൻ ആന്റണി. സജിമോൻ ആന്റണിയാണ് അമേരിക്കയിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.